ദൈവം സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കുന്നതിന് മുൻപ് വെളിച്ചമുണ്ടായിരുന്നത് എങ്ങനെയാണ്? ഈ സൃഷ്ടിപ്പ് വിവരിച്ചിരിക്കുന്നത് ഒരു കെട്ടുകഥയോ? ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. മനുഷ്യന് എത്തപ്പെടുവാനോ അപഗ്രഥനം ചെയ്യുവാനോ ഇന്നും കഴിഞ്ഞിട്ടില്ലാത്ത വിധം വലുപ്പമേറിയതാണ് ഈ പ്രപഞ്ചം. ഇല്ലാതിരുന്ന സകലത്തെയും ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയത് ദൈവത്തിൻ്റെ വചനമാകുന്നു. ദൈവത്തിൻ്റെ വാക്കുകളുടെ ശക്തി തിരിച്ചറിഞ്ഞ ഭക്തരുടെ ജീവിത ചരിത്രങ്ങളും അത്ഭുതമേറിയതാകുന്നു. ദൈവശബ്ദത്തിനു വേണ്ടി കാതോർക്കുന്നവർക്ക് വേണ്ടി ദൈവാത്മാവ് ഇന്നും സംസാരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത്. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാൻ ദൈവം എത്ര സമയമെടുത്തു കാണും? ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിപ്പിൻ്റെ വിവരണത്തിൽ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങൾക്ക് 24 മണിക്കൂർ ദൈർഘ്യമായിരുന്നുവോ അതോ കൃത്യമായ ദൈർഘ്യം നിർണ്ണയിക്കുവാൻ കഴിയാത്ത കാലങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണോ ഈ പറയുന്ന ദിവസങ്ങൾ? ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിപ്പിൻ്റെ രേഖ പറയുന്നത് ദൈവം എത്ര സമയമെടുത്ത് സൃഷ്ടിച്ചു എന്നല്ല, മറിച്ച് ദൈവം എങ്ങനെ ഈ കാണുന്നതെല്ലാം സൃഷ്ടിച്ചു എന്നത്രേ. വളരെ ക്രമീകൃതമായ രീതിയിൽ ദൈവം അഖിലാണ്ടത്തെ സൃഷ്ടിച്ചു. അതിൽ തന്നെ ദൈവം മനുഷ്യനെ അതുല്യമായ വിധത്തിൽ സൃഷ്ടിച്ചു. ദൈവത്തോട് ആശയവിനിമയം നടത്തുവാൻ കഴിവുള്ളവനായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. തൻ്റെ സൗകര്യത്തിന് തനിക്കിഷ്ടമുള്ള വിധം ദൈവം ഭൂമിയെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചു എന്ന് പറയുന്നതായിരിക്കും എളുപ്പം. ദൈവം പ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം കണ്ടു. 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, അവിടെ നാം വായിക്കുന്നത്, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. 1-ാമത്തെ വാക്യത്തിൻ്റെയും 2-ാമത്തെ വാക്യത്തിൻ്റെയും ഇടയിൽ ഒരു മഹാവിപത്ത് സംഭവിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അത് എൻ്റെ വിശ്വാസമാണ്. അതിന് കാര്യമായ കാരണങ്ങളുണ്ട് താനും. ഈ പറഞ്ഞ ചിന്താഗതി കഴിഞ്ഞ ചില വർഷങ്ങളിൽ അനേകർ തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ ഞാൻ ചിന്തിച്ചിട്ട് ഈ പറഞ്ഞത് സംഭവിക്കുവാൻ ധാരാളം തെളിവുകളുണ്ട്. ഈ വിശാലമായ സൃഷ്ടിയെ തന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. ഇതിനെന്തോ സംഭവിച്ചിട്ടുണ്ടല്ലേ? ചന്ദ്രനിലേക്ക് പോയ മനുഷ്യൻ വെളിപ്പെടുത്തിയത് അവിടെ കുറേ തരിശ് നിലം മാത്രം ഉണ്ടെന്നാണ്. ഏറ്റവും ഒടുവിൽ ചൊവ്വാഗ്രഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നതും അതുതന്നെയല്ലേ? പണ്ടെങ്ങോ അവിടെ ജലത്തിൻ്റേതായ അംശമുണ്ടായിരുന്നെന്നും അതൊക്കെ പാറയിലൂടെ ഒഴുകിയിരിക്കുന്ന പാട് കാണാമെന്നും ഒക്കെ നാം കേൾക്കാറുണ്ട്. അതെങ്ങനെയാണ് അങ്ങനെയായിത്തീർന്നത്? ഞാൻ പറയാം. ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തിലൊരു മഹാവിപത്ത് സംഭവിച്ചിട്ടുണ്ട്. ഭൂമിയുടെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് തുടർന്ന് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും ദൈവവും ഭൂമിയിലെ മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയും ബൈബിൾ പറയുന്നത് കൊണ്ടാണ്. പിന്നെ പറയുന്നത് ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു എന്നാണ്. ദൈവത്തിൻ്റെ അസാന്നിധ്യം കാണിക്കുവാനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പാഴായും ശൂന്യമായും ഇരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. ഈ 2 പദങ്ങൾ മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കൂ. പാഴായും ശൂന്യമായും. നമ്മുടെ ദൈനംദിന ഭാഷയിൽ നാം ഉപയോഗിക്കുമ്പോൾ ഈ വാക്കുകൾക്ക് എന്താണ് അർത്ഥം? യെശയ്യാ പ്രവചനത്തിൽ ഇതുപോലൊരു പ്രസ്താവന കാണുന്നതാണ്.
45 അധ്യായത്തിൻ്റെ 18 വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു, വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്, ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനുമില്ല. ഇവിടെ ദൈവം അരുളി ചെയ്യുന്നത് താൻ ഭൂമിയെ സൃഷ്ടിച്ചത് വ്യർത്ഥമായിട്ടല്ല, പാഴും ശൂന്യവുമായിട്ടല്ല എന്നത്രേ. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 2 വാക്യത്തിൽ പാഴ് എന്നുള്ള പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന അതേ എബ്രായ പദമാണ് ഇവിടെയും, അതായത് യെശയ്യാ പ്രവചനം 45 അധ്യായത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് പാഴും ശൂന്യവുമായിട്ടല്ല. ദൈവം ഈ പ്രപഞ്ചത്തെ അടുക്കും ചിട്ടയും ഉള്ളതായിട്ടാണ് സൃഷ്ടിച്ചത്, അല്ലാതെ ആകെ അലങ്കോലമായിട്ടല്ല. ഇതാണ് യെശയ്യാ പ്രവാചകൻ വ്യക്തമാക്കുന്നത്. അതായത് പാഴും ശൂന്യവുമായി ദൈവം ഭൂമിയെ സൃഷ്ടിച്ചതല്ല എന്ന്. ഭൂമി പാഴും ശൂന്യവുമായി തീർന്നതാണ്. ഭൂമി മനുഷ്യന് വസിക്കുവാൻ കൊള്ളാവുന്ന ഒരു ഇടമാക്കി രൂപപ്പെടുത്തിയത് ദൈവമാണ്. പാഴായി കിടന്നിരുന്ന, താറുമാറായി കിടന്നിരുന്ന ഈ ലോകത്തിലേക്ക് ദൈവം തന്നെ ഇറങ്ങി വന്ന് മനുഷ്യവർഗത്തിന് വസിക്കുവാൻ യോഗ്യമായ ഒരു സ്ഥലമായി അതിനെ രൂപപ്പെടുത്തി എടുത്തു എന്നാണ് ഞാൻ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. ആധുനിക പഠനങ്ങളും ബഹിരാകാശ പരീക്ഷണങ്ങളും അനുസരിച്ച് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യവർഗത്തിന് ജീവിക്കുവാൻ യോഗ്യമായ ഒരേ ഒരു സ്ഥലം ഭൂമി മാത്രമാണ്. എന്നാൽ കുറേ കാലത്തേക്ക് ഭൂമി ചന്ദ്രനെപ്പോലെ മനുഷ്യവാസ യോഗ്യമല്ലാതിരിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ച് ഇന്ന് നമുക്ക് പാർക്കുവാൻ യോഗ്യമായ മനോഹരമായൊരു ഭൂമിയാക്കി അതിനെ തീർക്കുകയും ചെയ്തു. ഞാൻ വിശ്വസിക്കുന്നത് പ്രപഞ്ചം മുഴുവൻ ഒരു മഹാവിപത്തിലകപ്പെട്ടിരുന്നു എന്നത്രേ. എന്നാൽ എന്തായിരുന്ന മഹാവിപത്ത് എന്ന് ഊഹിക്കുവാൻ മാത്രമേ കഴിയൂ. ഒരുപക്ഷെ ആദാമിന് മുൻപും ഈ ഭൂമിയിൽ ജീവികൾ ഉണ്ടായിരുന്നിരിക്കണം എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. ഇതെല്ലാം ലൂസിഫറിൻ്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് തോന്നുന്നു. നാം വായിക്കുന്നു, അരുണോദയപുത്ര. അങ്ങനെയാണല്ലോ ലൂസിഫറിനെ ബൈബിളിൽ സംബോധന ചെയ്തിരിക്കുന്നത്. ഇന്ന് പിശാച് എന്ന പേരിൽ അറിയപ്പെടുന്നവൻ അവനാണ്. ഇങ്ങനെയുള്ള പൂർണ്ണമായി വെളിപ്പെടുത്താത്ത പല കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ ദൈവം അതിൻ്റെ വിശദീകരണം ഒന്നും നമുക്ക് ഇവിടെ നൽകിയിട്ടില്ല. വാസ്തവത്തിൽ ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിൽ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളൂ. നാം വായിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പരിവർത്തിക്കുക എന്നുള്ളതിൻ്റെ മൂലപദത്തിൻ്റെ അർത്ഥം അടയിരിക്കുക എന്നത്രേ. ലളിതമായി പറഞ്ഞാൽ ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ വിരിയിക്കുവാൻ അടയിരിക്കുന്നത് പോലെ, അതുപോലെ വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ദയവായി തെറ്റിദ്ധരിക്കരുത്. ഇവിടെ പരിശുദ്ധാത്മാവ് ആരംഭിച്ച ഒരു ശുശ്രൂഷ അവൻ വീണ്ടും വീണ്ടും തുടരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് ഒരർത്ഥത്തിൽ പുനഃസൃഷ്ടിയാണ്. അവൻ ഭൂമിയുടെ സാഹചര്യത്തിലേക്ക് വന്ന് വീണ്ടും സൃഷ്ടിക്കുന്നു. ഇത് തന്നെയാണ് ഒരു തരത്തിൽ നമ്മുടെ ജീവിതത്തിലും അവൻ ചെയ്യുന്നത്. പാഴായി കിടക്കുന്നിടത്ത് ആത്മാവ് ക്രമം കൊണ്ടുവരുന്നു. ശൂന്യമായിരിക്കുന്നിടത്ത് സൗന്ദര്യവും നിറവും കൊണ്ടുവരുന്നു. തന്നിലേക്ക് സമർപ്പിക്കുന്ന ഓരോ ജീവിതവും ഇന്നും ദൈവത്തിൻ്റെ ആത്മാവ് ഈ പറഞ്ഞതുപോലെ സുന്ദരമാക്കുന്നു. അവൻ്റെ പ്രവൃത്തി അവൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ നിർമ്മാണം 1 വാക്യത്തിൽ നാം കണ്ടു. ഭൂമിയാകെ വികൃതമായി പാഴും ശൂന്യവുമായി എന്ന് 2 വാക്യത്തിൽ കണ്ടു. 3 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ 6 ദിവസം കൊണ്ട് ഭൂമിയിലെ മറ്റ് സൃഷ്ടികളെ ദൈവം എപ്രകാരം സൃഷ്ടിച്ചു എന്നാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. പുറപ്പാട് പുസ്തകം 20 അധ്യായത്തിൻ്റെ 11 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 20:11. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. ഇനിയും സൃഷ്ടിപ്പിനെക്കുറിച്ച് ആ വാക്യത്തിൽ മറ്റൊന്നും പറയുന്നില്ല. അവിടെ പറയുന്നത് ഉണ്ടാക്കി എന്ന് മാത്രമാണ്. ഈ 6 ദിവസം ദൈവം സൃഷ്ടിക്കുകയല്ല, പിന്നെയോ പുനർനിർമ്മാണം ചെയ്യുകയായിരുന്നു. ഇല്ലാത്തതിനെ സൃഷ്ടിക്കുകയല്ല, ഇതുവരെ ഉണ്ടായിരുന്നതിനെ പുനർനിർമ്മാണം ചെയ്യുകയാണ്.
അവൻ മുമ്പേ ഉണ്ടായിരുന്ന പദാർത്ഥം കൊണ്ട് പുതിയതൊന്നും ഉണ്ടാക്കുന്നു എന്ന് ചുരുക്കം. അതായത് ഒരുപക്ഷെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവൻ തന്നെ സൃഷ്ടിച്ച പദാർത്ഥത്തിൽ നിന്നും ഇപ്പോൾ അവൻ പുനർനിർമ്മാണം ചെയ്യുന്നു. ദൈവം ഭൂമിയിൽ ജീവൻ സൃഷ്ടിക്കുകയും ഭൂമിക്ക് വേണ്ടി അവൻ മനുഷ്യനെ ഉണ്ടാക്കുകയും ചെയ്തു. അതായത് ഇത് പ്രധാനമായും നമ്മെക്കുറിച്ചും ദൈവത്തിന് നമ്മോടുള്ള ഇടപെടലിനെക്കുറിച്ചുമുള്ള രേഖയാണ്. ഞാൻ ഇനിയും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരട്ടെ. അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. ഈ പറഞ്ഞത് തീർച്ചയായും 24 മണിക്കൂറുകൾ ഉൾപ്പെട്ട ഒരു ദിവസത്തിൻ്റെ കാര്യം തന്നെ ആയിരിക്കും. മറ്റെന്തെങ്കിലും വ്യാഖ്യാനം ഈ വാക്യത്തിൽ നിന്നും രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ദൈവം പറഞ്ഞത് വെളിച്ചമുണ്ടാകട്ടെ എന്നാണ്. ഉണ്ടാകട്ടെ, ഉളവാകട്ടെ എന്ന ആജ്ഞകൾ 10 പ്രാവശ്യം ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു വിധാനമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ, പറക്കട്ടെ, മുളച്ചു വരട്ടെ എന്നിത്യാദി കൽപ്പനകൾ. സൃഷ്ടിപ്പിൻ്റെ 10 കൽപ്പനകൾ എന്നാരോ ഇതിനെ വിളിച്ചിട്ടുണ്ട്. ഇവിടെ നാം കാണുന്നത് 10 ദൈവിക കൽപ്പനകളാണ്. ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടാകട്ടെ എന്ന്. ദൈവം എന്തെങ്കിലും പറഞ്ഞതായി ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പറഞ്ഞ വാക്യത്തിലാണ്. അപ്പോൾ ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണില്ലേ? വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. എന്നിട്ട് ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപെടുത്തി. എന്നാൽ 4-ാം ദിവസം വെളിച്ച സ്രോതസ്സുകളായ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കുന്നതിന് മുൻപ് എങ്ങനെയാണ് വെളിച്ചമുണ്ടായിരുന്നത് എന്നത് പലർക്കും സംശയമാണ്. അത് ന്യായമായൊരു സംശയമാണ്. ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന വെളിച്ചം ദൈവം സൃഷ്ടിച്ച ഏതെങ്കിലും സ്രോതസ്സിൽ നിന്നുള്ള വെളിച്ചമാണെന്ന് പറഞ്ഞിട്ടില്ലാത്തതിനാൽ ആ വെളിച്ചം സത്യവെളിച്ചമായ ദൈവത്തിൽ നിന്നും വന്നതാകാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ദൈവം വെളിച്ചമാകുന്നു എന്ന്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പുതിയ യെരുശലേമിൽ വെളിച്ചത്തിനായി സൂര്യൻ്റെ ശോഭയോ ചന്ദ്രൻ്റെ ശോഭയോ ആവശ്യമില്ല എന്ന്. കാരണം ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു. അങ്ങനെയെങ്കിൽ വെളിച്ച സ്രോതസ്സുകളെ സൃഷ്ടിക്കുന്നതിന് മുൻപേയുള്ള യഥാർത്ഥ വെളിച്ചം ദൈവം തന്നെയാണ്. ബൈബിളിൽ വെളിച്ചത്തെ ക്രിസ്തുവിനോടും ദൈവവചനത്തോടും ദൈവജനത്തോടും ദൈവാനുഗ്രഹത്തോടും ചേർത്ത് പലയിടത്ത് പറയുന്നുണ്ട്. അതേസമയം തന്നെ ഇരുളിനെ സാത്താനോടും പാപത്തോടും മരണത്തോടും ആത്മീയ അജ്ഞതയോടും ദൈവിക ന്യായവിധിയോടും ഒക്കെ ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം വെളിച്ചത്തെ ഇരുളിൽ നിന്നും വേർപെടുത്തിയത്. ഇവ തമ്മിൽ യാതൊരു സാമ്യവും ബന്ധവുമില്ല, ഉണ്ടാകുവാൻ പാടില്ല. ദൈവജനം വെളിച്ചത്തിൽ നടക്കുന്നവരാകണം. സൃഷ്ടിപ്പിൻ്റെ ആദ്യ ദിവസം തന്നെ വേർപെടുത്തലിൻ്റെ തത്വം ദൈവം സ്ഥാപിക്കുന്നത് ശ്രദ്ധിച്ചോ? സൃഷ്ടിപ്പിലുടനീളം നാം ഇത് കാണുന്നുണ്ട്. വെളിച്ചത്തെ ഇരുളിൽ നിന്നും പകലിനെ രാത്രിയിൽ നിന്നും മുകളിലുള്ള വെള്ളത്തെ താഴെയുള്ള വെള്ളത്തിൽ നിന്നും കരയെ സമുദ്രത്തിൽ നിന്നും ദൈവം വേർപെടുത്തുന്നു. ഇവിടെ ഒരു ആത്മീയ ചിന്ത രൂപപ്പെടുന്നുണ്ട്, ശ്രദ്ധിച്ചോണം. ഏതിനോടും അനുരഞ്ജനപ്പെട്ടുള്ള പോക്ക് അപകടമാകുന്നു എന്നതാണത്. കാരണം അത് പ്രകൃതി വിരുദ്ധമാണ്. ഏതിനോടും അനുരഞ്ജനപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നത് പ്രകൃതി വിരുദ്ധമാണ്. 6-ാം വാക്യത്തിലേക്ക് വന്നിട്ട് 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ, അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. ഒരു വിധാനമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വിധാനം എന്നുള്ള പദത്തിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം വായുമണ്ഡലം എന്നാണ്. അതായത് വായു തിങ്ങിയ ഒരിടം. അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൈവം ആദ്യം വെള്ളത്തെ വേർപിരിച്ചത് ലംബമായിട്ടാണ്, പെർപെൻഡിക്കുലറായിട്ട്. നമുക്ക് മുകളിലും നമുക്ക് താഴെയും വെള്ളമുണ്ട്. സംശയമുണ്ടെങ്കിൽ ഇനിയും ശ്രദ്ധിക്കൂ. 7-ാം വാക്യം,
വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. നമ്മുടെ നാട്ടിൽ മഴക്കാലമായാലുള്ള സ്ഥിതി ഒന്ന് ഓർത്തു നോക്കൂ. എത്ര സെൻറ്റിമീറ്റർ മഴയാണ് നമുക്ക് ഒരു സീസണിൽ ലഭിക്കുന്നത്? ഈ വെള്ളം മുഴുവൻ മുകളിൽ നിന്നല്ല വീഴുന്നത്. 200 സെൻറ്റിമീറ്ററിലധികം പെയ്യണമെങ്കിൽ എത്രമാത്രം വെള്ളം മുകളിൽ ഉണ്ടായിരിക്കണം? അതത്രേ ദൈവം ചെയ്തത്. ദൈവം കീഴെയുള്ള വെള്ളവും മീതെയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു. സംശയമില്ലല്ലോ. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. നല്ലത് എന്ന് ദൈവം കണ്ടു. ഇപ്പോൾ ഇതാ ഇവിടെ വെള്ളത്തിൽ ഒരു സമാന്തര വിഭജനം നടക്കുന്നു. ആദ്യം മുകളിലുള്ള വെള്ളവും താഴെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചതായി നാം കണ്ടു. ഇപ്പോൾ ഇത് കരയും കടലും തമ്മിൽ വേർപിരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്നതിൽ അശാസ്ത്രീയമായി ഒന്നുമില്ല. ഗവേഷകർ പറയുന്നത് ഭൂമിയുടെ സകല ഭാഗവും ഒരു സമയത്ത് വെള്ളത്താൽ മൂടപ്പെട്ടിരുന്നു എന്നാണ്. അങ്ങനെ വരുമ്പോൾ പണ്ടെങ്ങോ ഒരുപക്ഷെ കഴിഞ്ഞകാല നിത്യതയിൽ ഭൂമിയിൽ മുഴുവൻ ഒരു വലിയ ന്യായവിധി ഉണ്ടായി എന്നാകാം അർത്ഥം, ഇല്ലേ? അല്ലെങ്കിൽ പിന്നെ ഭൂമി മുഴുവൻ വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കേയില്ലല്ലോ. പക്ഷേ അങ്ങനെ ഒരു ന്യായവിധിയെക്കുറിച്ച് കൃത്യമായി നമുക്ക് ഒന്നും തന്നെ അറിയില്ല. നാം അതേക്കുറിച്ച് പറയുന്നതൊക്കെ സങ്കല്പങ്ങൾ മാത്രമായിരിക്കും. അതേക്കുറിച്ച് വാസ്തവത്തിൽ വളരെ കുറച്ച് മാത്രമേ ദൈവം നമ്മോടും പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ദൈവത്തെ വിശ്വസിക്കുവാൻ നമ്മെ സഹായിക്കും വിധം ആവശ്യത്തിനുള്ളതെല്ലാം ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് മതിയല്ലോ. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്ന് പേരിട്ടു എന്നും വായിച്ചു. വളരെ ക്രമീകൃതമായി ദൈവം പ്രവർത്തിക്കുകയാണ്. മനുഷ്യനെ ആക്കുവാൻ തക്കതായ ഒരു സ്ഥലം അവൻ ഒരുക്കുകയാണ്. അതായത് നിവാസയോഗ്യമായ ഒരു സ്ഥലം ദൈവം ഒരുക്കുന്നു. മനുഷ്യനൊരു ജലജീവിയല്ല. പരിണാമ സിദ്ധാന്തക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. മനുഷ്യൻ കടലിൽ നിന്നും വന്നെന്നോ മരത്തിൽ ചാടി കളിച്ചതാണെന്നോ ഒക്കെ. പക്ഷെ ദൈവം ഇവിടെ ചെയ്യുന്ന ക്രമീകരണം ശ്രദ്ധിച്ചാൽ അത് അങ്ങനെയല്ല എന്ന് മനസ്സിലാവും. 11-ാം വാക്യം നോക്കിക്കാട്ടെ. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഇവിടെ ഇപ്പോൾ ദൈവം സസ്യാദികൾ ഉണ്ടാക്കുന്നു. കാരണം അതായിരുന്നല്ലോ മനുഷ്യൻ്റെ ആഹാരം. ജലപ്രളയം വരെ മനുഷ്യൻ സസ്യഭുക്കായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പഴങ്ങളും വിത്തുകളും മാത്രമായിരുന്നു അവൻ്റെ ആഹാരം. സസ്യങ്ങളെ ഉണ്ടാക്കുന്ന പ്രവൃത്തി ദൈവം 3-ാം ദിവസം പൂർത്തിയാക്കി. ഇനിയും 12-ഉം 13-ഉം വാക്യങ്ങൾ. ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 3-ാം ദിവസം. ഇനിയും 4-ാം ദിവസം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രത്യക്ഷപ്പെടുന്നു. 14-ാം വാക്യം. പകലും രാവും തമ്മിൽ വേർപിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിവാനായും ഉതകട്ടെ. 13-ാം വാക്യം വരെ നാം കാണുന്നത് ദൈവം 3 ഇടങ്ങൾ അഥവാ 3 സ്പേസ് ഉണ്ടാക്കുന്നതാണ്. കര, സമുദ്രം, ആകാശം. അടുത്ത 3 സൃഷ്ടിപ്പിൻ്റെ ദിവസങ്ങളിൽ കാണുന്നത് ദൈവം ഈ 3 ഇടങ്ങളെ നിറയ്ക്കുന്നതാണ്. ആകാശവിധാനത്തിൽ ദൈവം ജ്യോതിർഗോളങ്ങളെ നിർത്തി. അവരുടെ ജോലി അവർക്ക് നൽകി. പകലും രാത്രിയും തമ്മിൽ വേർപിരിക്കുവാനും ആണ്ടുകളെയും കാലങ്ങളെയും തിരിച്ചറിയുവാനുമാണ് ദൈവം ഈ ജ്യോതിർഗോളങ്ങളെ നൽകിയിരിക്കുന്നത്. ഇവയെ ഒരു വിധത്തിലും ആരാധിക്കരുതെന്ന കർശന നിയമം ദൈവം തൻ്റെ ജനത്തിന് പിന്നീട് നൽകുന്നുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും ദൈവം ഈ സമയത്ത് സൃഷ്ടിച്ചതല്ല. അവ മുൻപേ അവിടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് വിചിത്രമായി തോന്നിയേക്കാം. എന്നാൽ ദൈവം അവയെ അവയുടെ സ്ഥാനത്താക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് നാം വായിച്ചു. ഇനി 15-16 വാക്യങ്ങളിൽ നാം കാണുന്നത് ഭൂമിയെ പ്രകാശിപ്പിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും
ആയി 2 വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി, നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. അവയിൽ ഒന്ന് പകലിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു, സൂര്യൻ അത് ഭംഗിയായി നിർവഹിച്ചു. മാത്രമല്ല ചന്ദ്രൻ രാത്രിയിൽ തൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു. ഇത്രയും പറഞ്ഞതിന് ശേഷം ഒരു ചെറിയ വാചകം കൂടി ചേർത്തിരിക്കുന്നത് ശ്രദ്ധിച്ചോ? നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയെന്ന്. അതൊരു വലിയ ജോലി തന്നെയായിരുന്നില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തുമാത്രം നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കുമെന്ന്. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ. നമുക്കാണ് ഇത് വലിയ ജോലിയായി തോന്നുന്നത്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പണിയൊന്നുമായിരുന്നില്ല. അങ്ങനെ എല്ലാം അതതിൻ്റെ സ്ഥാനങ്ങളിലാക്കപ്പെട്ടു. 17 മുതലുള്ള വാക്യങ്ങൾ. ഭൂമിയെ പ്രകാശിപ്പിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിതാനത്തിൽ നിർത്തി. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 4-ാം ദിവസം. ഇവിടെ വിഭജനം നടത്തിയത് ദൈവമാണെന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിപ്പാനുമായി എന്നാണ് നാം വായിച്ചത്. അവിടെ നിന്നും അത് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പലരും ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവയെ വേർപെടുത്തുന്ന രേഖകളെല്ലാം ദൈവം വരച്ചിട്ടുണ്ട്. എന്താണ് ശരി എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ശരി എന്താണ് എന്ന് ദൈവം പറയുന്നു, അതാണ് ശരി. ദൈവം ഏതാനും പ്രമാണങ്ങൾ നൽകിയിരിക്കുന്നു. ദൈവം ഇരുളിൽ നിന്ന് വെളിച്ചം വേർതിരിക്കുന്നു. ശരിയും തെറ്റും തമ്മിലും അത്രയും വ്യത്യാസമുണ്ട്. ഇരുളും വെളിച്ചവും പോലുള്ള വ്യത്യാസം. ദൈവമാണ് ഈ വ്യത്യാസം വരുത്തുന്നത്. അവൻ ഇന്നും അത് ചെയ്യുന്നു. 5-ാമത്തെ ദിവസം ജന്തുക്കളുടെ ജീവനാണ് ഇവിടെ നാം കാണുന്നത്. 20-ാം വാക്യത്തിൽ, വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ഭൂമിയുടെ മീതെ ആകാശവിതാനത്തിൽ പറവജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഇവിടെ ഒരു പുരോഗതി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോ? ഒരു ചെറിയ കോശത്തിൽ നിന്നും സകലവും ഉണ്ടായി എന്ന അർത്ഥമല്ല ഇവിടെ. പിന്നെയോ ഓരോ ജീവിയുടെയും ഓരോന്നിനെ ഉണ്ടാക്കി. ആ ഒരെണ്ണത്തിൽ നിന്നും വികസനമുണ്ടായതായി നാം കാണുന്നു. 21-ാം വാക്യം തന്നെ ഞാൻ വായിക്കാം. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പറവജാതിയെയും സൃഷ്ടിച്ചു. നല്ലത് എന്ന് ദൈവം കണ്ടു. നല്ലത് എന്ന പദം ആവർത്തിച്ചുപയോഗിച്ചിരിക്കുന്നു. കാരണം ദൈവം ചെയ്യുന്നതെല്ലാം നല്ലതാണ്. ഇത് നാം എല്ലാ രംഗങ്ങളിലും വിശ്വസിച്ചിരിക്കണം. അവിടുന്ന് ചെയ്യുന്നതൊന്നും ദോഷമോ മോശമോ അല്ല എന്നോർക്കണം. 22-ാം വാക്യത്തിൽ, നിങ്ങൾ വർദ്ധിച്ച് പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവീൻ, പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. നിങ്ങൾ വർദ്ധിച്ചു പെരുകുവീൻ എന്നത്രേ ഈ ജന്തുക്കളോട് പറയുന്നത്. ഇത് മനുഷ്യവർഗത്തിൻ്റെ കാര്യത്തിലും ശരിയാണ്. മനുഷ്യൻ ഭൂമിയിൽ പ്രത്യുൽപാദനത്താൽ വർദ്ധിച്ചു പെരുകുകയാണ്, അല്ലാതെ ഏതെങ്കിലുമൊക്കെ ജീവികളിലെ പരിണാമം കൊണ്ടല്ല. ഇനിയും 6-ാം ദിവസത്തെ കാര്യങ്ങളാണ് നാം കാണുവാൻ പോകുന്നത്. 24-25 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്നുളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി. നല്ലത് എന്ന് ദൈവം കണ്ടു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതത് തരം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം അതിൻ്റെ തന്നെ ഇനത്തിൽപ്പെട്ടത് എന്നാണ്. ഇനിയും നമ്മൾ കാണുന്നത് സസ്യങ്ങളെയും മൃഗങ്ങളെയും മനുഷ്യവർഗത്തിൽ നിന്നും വേർതിരിക്കപ്പെടുന്നതാണ്. അത് വലിയ ഒരു വ്യത്യാസമാണ്. കാരണം തുടർന്ന് മനുഷ്യവർഗത്തിൻ്റെ സവിശേഷമായ ചരിത്രം ആരംഭിക്കുകയാണ്. അതിനു മുൻപ് ഈ പറയാനുള്ളതൊക്കെ പറഞ്ഞ് തീർക്കുന്നതാണ് നാം ശ്രദ്ധിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ദൈവവചനത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? പലപ്പോഴും ഇത് മനസ്സിലാക്കി വിശ്വസിക്കുവാനും സാധിക്കാത്തതാണ് നമുക്കുണ്ടാകുന്ന പരാജയം. ദൈവം എല്ലാം ഭംഗിയായി ചിട്ടയായി നമുക്ക് അനുഗ്രഹത്തിനായി ചെയ്തു. അത് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആകാശത്തിലും ഭൂമിയിലുമുള്ള സകലത്തെയും സൃഷ്ടിച്ച ദൈവം അവയ്ക്ക് വേണ്ടി കരുതുന്നു എന്ന് തിരുവചനം പറയുന്നു.
തങ്ങളുടെ നിലനിൽപ്പിനായി അവർ സൃഷ്ടിതാവായ ദൈവത്തിങ്കിലേക്ക് നോക്കുന്നു. ആകാശത്തിലെ പറവുകളെയും വയലിലെ താമരയെയും നോക്കി ദൈവത്തിൻ്റെ കരുതലിനെ പഠിപ്പീനെന്ന് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു. സ്വർഗീയ പിതാവിൻ്റെ ആ കരുതലുകൾ സമൃദ്ധിയായി അനുഭവിക്കുവാൻ മുന്നമേ ദൈവരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുകയും എന്നാകുന്നു ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത്.